വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി മിസ് പറയാണ്. ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വെയിറ്റേജ് എന്താണെന്നുമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയിപ്പം ആകെ കുറച്ച് മണിക്കൂറുകളെ നമ്മുടെ മുന്നിലുള്ളൂ. എക്സാം അതിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളത്, ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ നാളെയുടെ ജനിതകം എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ നമുക്കത് ഓണം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 6 മാർക്കാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ്, പരിണാമത്തിന്റെ വഴികൾ. ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് കൂടിപ്പോയ നമുക്ക് 6ഓ 7ഓ മാർക്കാണ് വെയിറ്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ്, അടുത്ത 2 ചാപ്റ്ററുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണ്? ബിഹൈൻഡ് ദ സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മാക്സിമം 10 തൊട്ട് 12 വരെ മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ് മക്കളെ? കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദനം. ഈ ഒരു ചാപ്റ്ററും ഒത്തിരി കോണ്ടന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 12 മാർക്ക് തന്നെ, എത്രയാണ്? 12 മാർക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കൊക്കെയാണ് മാക്സിമം വരാൻ ചാൻസ് ഉള്ളത്. കാരണം ആ ചാപ്റ്ററിന്റെ പകുതി വരെയുള്ളൂ, ഫുൾ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിനനുസരിച്ച് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴൊക്കെ 2 ചാപ്റ്ററിന് ബിഹൈൻഡ് സെൻസേഷനും അതുപോലെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. അത് മാക്സിമം നന്നായിട്ട് പഠിച്ചോളാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിക്കും. അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്